ഓക്കെ, അപ്പൊ നമുക്ക് ഇനി കോഴിക്കോട്ടേക്ക് പോവാം. അവിടെ വി എസ് രഞ്ജിത്ത് തയ്യാറായി നിൽക്കുന്നുണ്ട്. ഗുഡ് മോർണിംഗ് വി എസ് രഞ്ജിത്ത്. ഗുഡ് മോർണിംഗ് ശ്രുതി, വെങ്കടേഷ്. രഞ്ജിത്ത്, എല്ലാ മേഖലകളിൽ നിന്നും വരുന്നവരോട് നമുക്ക് ആദ്യം ചോദിക്കാനുള്ളത് ഒരേ ഒരു കാര്യമാണ് മഴ. അപ്പോൾ മഴ കനക്കും അല്ലേ? അപ്പോൾ മഴ കനക്കുമ്പോഴും ഈ ദേശീയ പാതകളിലെ വിള്ളൽ അത് ഒരു നെഞ്ചിടിപ്പേറ്റുകയാണ് അല്ലേ? ഇപ്പോൾ ഈ കൂരിയാടിൽ പ്രതിഷേധം ശക്തമാക്കിയിരിക്കുകയാണ് പ്രതിപക്ഷ പാർട്ടികൾ. അപ്പോൾ ഇനി എന്തൊക്കെ പ്രതിഷേധങ്ങൾ ഉണ്ടാകും? മാത്രമല്ല ഈ അവിടുത്തെ ജനങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ പറയുന്നത്? വെങ്കടേഷ്, ഇത് കൂരിയാട്ടം മാത്രം സംഭവമല്ലോ. നമുക്ക് മുന്നിൽ ഷിരൂര് പോലൊരു സംഭവം നമുക്ക് മുമ്പിലുണ്ട്. ആ ഷിരൂരിൽ എന്താണ് സംഭവിച്ചതെന്നും ഷിരൂരിൻ്റെ അപകടത്തിൻ്റെ ആഴം എത്രയായിരുന്നു നമുക്കറിയാം. അതുകൊണ്ട് കൂരിയാട്ട അപകടത്തിൽ ആർക്കും വലിയ പരിക്ക് പറ്റിയില്ലെങ്കിലും കൂരിയാട് നമുക്ക് മുന്നിൽ ഒരു ഉദാഹരണമായി നിൽക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ സുരക്ഷിതമായി ദേശീയപാതയിലൂടെ സഞ്ചരിക്കുക? ഇപ്പോൾ കേരളത്തിലെ ആ ദേശീയപാതയുടെ നിർമ്മാണത്തിൽ കരാർ കമ്പനിക്ക് വീഴ്ച പറ്റിയതായി കരാർ കമ്പനി തന്നെ സമ്മതിക്കുന്നു. അതിൽ വിദഗ്ധ സംഘം കണ്ടെത്തൽ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ദേശീയപാതയിലെ മുഴുവൻ ഇത്തരത്തിലുള്ള അപാകതകളെക്കുറിച്ചും ദേശീയപാത അതോറിറ്റി പഠിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതായത് ഇവിടെ കൂരിയാട്ട് പഠനം നടത്തിയ അതേ കമ്മിറ്റി തന്നെ, ആ രണ്ടംഗ സംഘം തന്നെ ഈ കേരളത്തിലെ മുഴുവൻ ദേശീയപാതകളും, പ്രത്യേകിച്ച് മലബാറിൽ ഈ കാസർഗോഡ് മുതൽ ചെങ്കള ആ ഭാഗത്തുള്ളത്, അതുപോലെ കണ്ണൂർ, കോഴിക്കോട്, രാമനാട്ടുകര, വെങ്ങളം അങ്ങനെയുള്ള റീച്ചുകളിലൊക്കെ തന്നെ പഠനം നടത്തുകയും അതിൻ്റെ ഒരു പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും പുനർനിർമ്മാണങ്ങൾ ആവശ്യമുണ്ടോ, അപാകതകളുണ്ടോ എന്നൊക്കെ പരിശോധിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ കൂരിയാട്ട് തന്നെ ഈ പാടം നികത്തിയ ഭാഗത്ത് വേണ്ടത്ര വീതിയില്ലാതെ, അതുപോലെ മണ്ണ് പരിശോധന നടത്താതെ, മണ്ണിൻ്റെ ബലം പരീക്ഷിക്കാതെ, അവിടുത്തെ കാലാവസ്ഥയുടെ പ്രത്യേകത പരീക്ഷിക്കാതെ ഒക്കെയാണ് ഇത്തരത്തിലുള്ള നിർമ്മാണം നടത്തിയിട്ടുള്ളതെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിൽ മറ്റ് മേഖലകളിലും ഇതിൻ്റെ പ്രശ്നമുണ്ടോ? കാരണം നമ്മുടെ ദേശീയപാത നിർമ്മാണം ഓരോ ചെറിയ ചെറിയ റീച്ചുകളായി 600 കിലോമീറ്റർ ഉണ്ട്. പക്ഷേ 600 കിലോമീറ്റർ ഒന്നിച്ച് നിർമ്മാണം നടത്താതെ ചെറിയ റീച്ചുകളായി തിരിച്ച് കുറേ കമ്പനികൾക്ക് കൊടുത്തതിൽ ഒരു പ്രശ്നം സംഭവിച്ചത് എന്താ വെച്ചാൽ, അത് വേഗത്തിൽ പണി തരാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ പ്രശ്നം സംഭവിച്ചത് അങ്ങനെ ചെറിയ റീച്ചുകളായി തിരിക്കുമ്പോൾ ഈ പാരിസ്ഥിതിക ആഘാത പഠനം നടത്താതെയാണ് ഇതിൻ്റെ നിർമ്മാണം നടത്തിയിട്ടുള്ളത്. ആ പാരിസ്ഥിതിക ആഘാത പഠനവും മണ്ണു പരിശോധനയും കൃത്യമായി നടക്കാത്തത് കൊണ്ടാണ് ഈ നമ്മുടെ പാടങ്ങളിൽ, നമ്മുടെ വയലുകളിൽ ഉണ്ടാക്കിയിട്ടുള്ള ഇത്തരത്തിൽ കൂരിയാട്ടൊക്കെ വയലുകളിലാണ്. അതുപോലെ തന്നെ ചെറിയ പാറകൾ തുരന്നുണ്ടാക്കിയതുണ്ട്. ഇപ്പോൾ നമ്മുടെ കൊയിലാണ്ടി, കുഞ്ഞോറ മലയിലൊക്കെ പാറ പൊളിച്ചാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള നിർമ്മാണ പ്രവൃത്തികളിൽ അത് വിണ്ടുകീറാനും അതുപോലെ തന്നെ അത് ഇത്തരത്തിൽ പൊളിഞ്ഞു വീഴാനൊക്കെയുള്ള സാധ്യതകളുണ്ടോ എന്ന് വിശദമായി തന്നെ പഠിക്കും എന്നാണ് പറയുന്നത്. ഏതായാലും ആ പഠനം നടക്കണം. കാരണം ജനങ്ങളൊക്കെ ആശങ്കയിലാണ്. പ്രത്യേകിച്ച് മഴക്കാലം വരാൻ പോകുന്നേ ഉള്ളൂ. വേനൽ മഴ പെയ്തപ്പോഴേക്കും തന്നെ ഇത്തരത്തിൽ വലിയ തോതിലുള്ള ഇടിച്ചിലുണ്ടാകുന്നു. അപ്പോൾ കനത്ത മഴ, അതും 2 കാലവർഷം വരാനുണ്ട്. ആ കാലവർഷത്തെ അതിജീവിക്കുമോ ഈ ദേശീയപാത എന്നുള്ളതാണ് ജനങ്ങളുടെ ആശങ്ക. രഞ്ജിത്ത്, മറ്റൊരു വാർത്തയിലേക്ക് വന്നാൽ ഒരു അടിമുടി ദുരൂഹത തോന്നിയ ഒരു കേസാണ് ഈ കൊടുവള്ളി തട്ടിക്കൊണ്ടുപോകൽ. ഇതിലിപ്പോൾ അന്വേഷ് റോഷൻ എന്തായാലും തിരിച്ചെത്തി. പക്ഷേ ആ കേസിന്റെ ഒരു അന്വേഷണം അതൊക്കെ ഏത് ഘട്ടത്തിലാണ്? ഇനി ഈ മൊഴി രേഖപ്പെടുത്തുന്ന അടക്കമുള്ള നടപടികൾ ഇനി ഇന്ന് എന്തായിരിക്കും അതുമായി ബന്ധപ്പെട്ട്? ഇന്ന് ശ്രുതി അനൂസ് റോഷൻ്റെ മൊഴി രേഖപ്പെടുത്തും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഈ കൊടുവള്ളി തട്ടിക്കൊണ്ടുപോകലെന്ന് പറയുന്നത് കൊടുവള്ളിക്കാരെ സംബന്ധിച്ചോ കൊടുവള്ളി അറിയുന്നവരൊക്കെ നമുക്കറിയാം, അത് ഒരു പുത്തരിയുള്ള കാര്യമല്ല. ഇത്തരത്തിൽ സ്വർണവുമായി ബന്ധപ്പെട്ട്, സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട്, ദുബായിൽ നിന്ന് സ്വർണം കടത്തിക്കൊണ്ടുവന്ന സ്വർണം വെട്ടിച്ചു കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ തട്ടിക്കൊണ്ടുപോകലും അതുപോലെ ഭീഷണിപ്പെടുത്തലും ഒക്കെ അവിടെ സ്ഥിരം നടക്കുന്നതാണ്. അനൂസ് റോഷൻ്റെ സംഭവം നമുക്കറിയാം. അനൂസ് റോഷൻ്റെ മുതിർന്ന ജ്യേഷ്ഠനായിട്ടുള്ള അജ്മൽ റോഷനുമായി ദുബായിൽ വെച്ചുണ്ടായ സാമ്പത്തിക തർക്കമാണ് പിന്നീട് നാട്ടിലേക്ക് എത്തുകയും ആ നാട്ടിലെത്തിയ അജ്മൽ റോഷനെ ഇതുവരെ എവിടെയാണ് അജ്മൽ റോഷൻ എന്ന് അറിയില്ല. പക്ഷെ പരാതി ഇല്ലാത്തതുകൊണ്ട് പ്രശ്നമില്ല. കാരണം അജ്മൽ റോഷനെ കാണാതായി എന്നൊരു പരാതി കുടുംബം നൽകിയിട്ടില്ല. പക്ഷേ നാട്ടിലെത്തിയ അജ്മൽ റോഷൻ ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല. അപ്പോൾ ആ അജ്മൽ റോഷനുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടാണ് ഇത്തരത്തിൽ അനൂസ് റോഷനിലേക്ക് എത്താനുള്ള കാരണം. ഏതായാലും പോലീസിനെ സംബന്ധിച്ച് അവർക്ക് മുന്നിലുള്ള ക്രൈം എന്ന് പറയുന്നത് അനൂസ് റോഷനെ തട്ടിക്കൊണ്ടുപോയ സംഭവമാണ്. ആ തട്ടിക്കൊണ്ടുപോയ സംഘം ആരാണെന്നൊക്കെ പോലീസിന് ഏകദേശം വ്യക്തമായിട്ടുണ്ട്. അനൂസ് റോഷൻ്റെ മൊഴി കൂടി രേഖപ്പെടുത്തിയ ശേഷം പ്രതികളിലേക്ക് കൂടുതൽ എത്താൻ സാധിക്കും. ഇതിനകം തന്നെ കസ്റ്റഡി ചില ആളുകളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ ആളുകളെ, അതായത് ഈ സംഘത്തിൽപ്പെട്ട മുഴുവൻ ആളുകളെയും അറസ്റ്റ് ചെയ്യാൻ അനൂസ് റോഷൻ്റെ മൊഴി സഹായിക്കുമെന്നാണ് കരുതുന്നത്. യെസ്, വി എസ് രഞ്ജിത്ത്, അതുപോലെ തന്നെ ഈ കാളികാവിലെ നരഭോജി കടുവയെ ഇനിയും പിടിക്കാനായിട്ടില്ല അല്ലേ? ഞാൻ മനസ്സിലാക്കുന്നത് നമുക്കിപ്പോൾ ഏകദേശം ഒരാഴ്ച കഴിഞ്ഞു ഗഫൂർ കൊല്ലപ്പെട്ടിട്ട്. അപ്പോൾ ഈ പ്രായോഗികമായൊരു ബുദ്ധിമുട്ട് ഇപ്പോൾ എന്താണ് ഈ കടുവയെ പിടിക്കാനൊക്കെ ശരിക്കും?
വെങ്കടേഷ്, അതായത് ഇത് കടുവയാണല്ലോ, സ്വാഭാവികമായിട്ടും കടുവയെ ചില ഭാഗത്ത് കണ്ടെത്തും, ആ ഭാഗത്ത് കൂട് വയ്ക്കുന്നു, ആ ഭാഗത്ത് മയക്കുവെടി വെക്കാനുള്ള സംവിധാനങ്ങളുമായിട്ട് നമ്മുടെ വനപാലക സംഘം എത്തുന്നു. പക്ഷേ അവിടെ നിന്ന് കടുവ കടന്നു കളയുകയാണ്. കടുവയുടെ ഒരു ആവാസ വ്യവസ്ഥ കടുവയ്ക്ക് വളരെ കൃത്യമായി അറിയാവുന്ന ഒരു ആവാസ വ്യവസ്ഥയാണ്. അതിനകത്ത് കടുവയുടെ സഞ്ചാരം അത് വനപാലകർക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നതല്ല. ക്ഷമിക്കണം, ആ സ്വാഭാവികമായിട്ടും അതിൻ്റെ സഞ്ചാരഗതി നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. ഇന്നേക്ക് 9 ദിവസമാവുകയാണ്. നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമാവുന്നുണ്ട്. നിരവധി RRT സംഘങ്ങളായി പരിശോധന നടത്തുന്നു. അതുപോലെ തെർമൽ സ്കാനർ ഉൾപ്പെടെ വെച്ചുകൊണ്ട് റഡാർ സംവിധാനമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ സഞ്ചാരഗതി നിയന്ത്രിക്കുവാനും അല്ലെങ്കിൽ സഞ്ചാരഗതി പരിശോധിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ കടുവയുടെ സഞ്ചാരപാത അതെവിടെയാണ്, കൃത്യമായി അതിൻ്റെ നീക്കങ്ങൾ നിർണ്ണയിക്കാൻ സാധിക്കാത്തത്, കാട് മനസ്സിലാക്കിയുള്ള സഞ്ചാരം സാധ്യമല്ലാത്തതൊക്കെ അത് കടുവയ്ക്ക് അറിയുന്നത് പോലെ അതിൻ്റെ ആവാസ വ്യവസ്ഥയെ വനപാലകർക്ക് അറിയാൻ സാധിക്കണമെന്നില്ല. അപ്പോൾ അങ്ങനെ കടുവ ഓരോ സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറി മാറി പോകുന്നു. വനപാലക സംഘവും അതിന് പിന്നാലെ പോകുന്നു. നാട്ടുകാരുടെ പ്രതിഷേധം അതിനനുസരിച്ച് ഉയരുകയും ചെയ്യുന്നുണ്ട്. കാരണം ഇന്നേക്ക് 9 ദിവസമായി ഒരു ടാപ്റ്റിൻ തൊഴിലാളി കൊല്ലപ്പെട്ടിട്ട്. അപ്പോൾ ആ നരഭോജി കടുവയെ പിടികൂടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്നലെ തന്നെ വലിയ തോതിൽ പ്രതിഷേധം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ 9ാം ദിവസത്തിലേക്ക് കടക്കുന്നു. പ്രതിഷേധം കനക്കാനാണ് സാധ്യത. കടുവ എവിടെയാണെന്ന് കണ്ടെത്താനുള്ള ഊർജിതമായ ശ്രമത്തിലാണ് വനപാലക സംഘം. ഓക്കെ രഞ്ജിത്ത്, എന്തായാലും വാർത്താ സമ്പന്നമായ ഒരു ദിവസത്തിലേക്കാണ് നമ്മൾ കടന്നിരിക്കുന്നത്. നല്ലൊരു ദിവസം തന്നെ ആവട്ടെ.